ഓക്കെ, ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു ECIT BI അക്കാഡമി. ECIT BI അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മളിൽ എല്ലാവരും തന്നെ കാത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പറയുന്നത് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് 3യുടെ പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് ഇന്ത്യയിലൂടെ കവർ ചെയ്ത് പോകും. അതായത് ഈ പറയുന്നത് വേണ്ടുന്ന വേക്കൻസികൾ ഏതെല്ലാമാണ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഏതെല്ലാമാണ്, അതിന്റെ ഏജ് റിലാക്സേഷൻ എങ്ങനെയാണ്, അതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, അതിന്റെ സിലബസ് എങ്ങനെയാണ്, അതേപോലെ അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഈ പറയുന്ന എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ വേക്കൻസീസ് എന്തെല്ലാമാണ്, അതേപോലെ തന്നെ എവിടേക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക, അതിന്റെ വേക്കൻസീസ് മറ്റു കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് പോകാന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് പറയുന്നത് ഓക്കെ, നമ്മുടെ ഈ പറയുന്ന RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഓക്കെ, പ്രധാനമായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് RRB ഗ്രേഡ് 1 സിഗ്നലിന്റെ പോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ലെവൽ 5 7th CPC പ്രകാരം ലെവൽ 5 പേ ലെവൽ വരുന്ന ഒരു ജോബാണ്. ഏകദേശം 29,200 രൂപയാണ് എന്ത് ചെയ്യുന്നത് ഇനിഷ്യൽ പേ ആയിട്ട് വരിക എന്ന് പറയുന്നത്. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, നമ്മളത് മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്യണം. കാരണം ഇപ്പോൾ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരാളെ മാത്രമേ അതിലേക്ക് എടുക്കത്തുള്ളൂ. ഇനി എന്താണ് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെ എന്ത് ചെയ്യാം നമുക്ക് വരുന്ന വഴിക്ക് പറയാം. ഇനി 18 വയസ്സിനും 33 വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം എന്ത് ചെയ്യാൻ അപേക്ഷിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിനിടയിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഏജ് റിലാക്സേഷൻ ബന്ധപ്പെട്ട കാര്യം നമുക്ക് എന്ത് ചെയ്യാം വരുന്ന വഴിക്ക് പറയാം. ഇനി അടുത്തത് പ്രധാനമായിട്ട് 323 വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് RRB ഗ്രേഡ് 1 സിഗ്നലിലേക്ക് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി RRB ഗ്രേഡ് 3 ടെക്നീഷ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, അതിലേക്ക് നോക്കുകയാണെങ്കിൽ ലെവൽ 2 പ്രകാരമുള്ള ഒരു CPC ആണ് അവിടെ നൽകുന്നത്. ഏകദേശം 19,900 ആണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞ വേരി ചെയ്യും കേട്ടോ. അതിനകത്ത് പറഞ്ഞ രീതിയിൽ ചെയ്യുന്ന ജോലി അനുസരിച്ച് എന്ത് ചെയ്യുന്നത് അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്നിരുന്നാലും 18 വയസ്സിനും 30 വയസ്സിന് ഇടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായ ടെക്നീഷ്യന്റെ മേഖല എന്ന് പറയുന്നത് അത് RRB ഗ്രേഡ് 3 ആണ്. കാരണം 6,234 വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മുഴുവൻ നോക്കുകയാണെങ്കിൽ 6,557 വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇനി ഈ പറയുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ എന്ന് വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 23/5/2024 എന്ത് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ന്യൂസിനകത്ത് എന്ത് ചെയ്യുന്നത് പ്രധാന പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30/6/2024 എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കഴിഞ്ഞ ദിവസമാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ഈ പറഞ്ഞ 29/7/2026 കൂടി തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അതിന്റെ ഈ പറയുന്ന ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് കൂടാതെ അതിനകത്ത് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്താൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം ഒരു വിൻഡോ നമ്മൾ ഈ പറയുന്ന രീതിയിൽ 1/8/2026 മുതൽ 10/8/2026 വരെ എന്ത് ചെയ്യും അവര് തുറന്ന് തരുന്നതായിരിക്കും. ഓക്കെ അല്ലെ. ഇനി ഇതിന്റെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, അതായത് ഈ പറയുന്ന അതിന്റെ ഏജ് റിലാക്സേഷനെ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്ക് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 33 വയസ്സിന് ഇടയിലുള്ളവർക്ക് എന്ത് പറ്റും ഈ പറയുന്ന RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞു. അതിൽ UR അതായത് അൺറിസർവ്ഡ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറി പെടുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ EWS കാറ്റഗറി പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 2/7/1993നും 1/7/2008 ഇടയിൽ എന്താണ് ജനിച്ചവര് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ല, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരാണ്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ OBC നോൺ ക്രീമി ലെയർ ഒരാളാണെങ്കിൽ നിങ്ങൾ 2/7/1990നും 1/7/2008 ഇടയിൽ എന്താണ് ജനിച്ചവര് ആയിരിക്കണം എന്നുള്ളതാണ്. അതല്ല, നിങ്ങൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 SC/ST വിഭാഗത്തിൽ പെടുന്ന ഒരാളാണെങ്കിൽ അല്ലെ ആ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാള് 2/8/1988നും 1/7/2008 ഇടയിൽ എന്താണ് ജനിച്ചവര് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രധാനമായിട്ട് എല്ലാവരും ഒരു ഏജ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/7/1993നും 1/7/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 18 വയസ്സിനും 33 വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം എന്നുള്ളത് പ്രധാനമായിട്ടും ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്താണ് ഒരു ഏജ് ക്രൈറ്റീരിയ ആണെന്നുള്ളതാണ്. അതിൽ ഈ പറയുന്ന രീതിയിൽ 3 വർഷത്തെ റിലാക്സേഷന് OBCക്കും 5 വർഷത്തെ റിലാക്സേഷൻ ആർക്കും കിട്ടുന്നുണ്ട്, SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതേ 3 വർഷത്തെ റിലാക്സേഷനും 3 വർഷത്തെ റിലാക്സേഷൻ OBCക്കും ഇതേ 5 വർഷത്തെ റിലാക്സേഷൻ SC/STക്കും എവിടെയും കിട്ടുന്നുണ്ട് ഈ ഗ്രേഡ് 3യിലും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഗ്രേഡ് 3യിലേക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3യിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ്. UR ആണെങ്കിൽ അതായത് അൺറിസർവ്ഡ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറി പെടുന്ന ഒരാളാണെങ്കിൽ 2/7/1996നും 1/7/2008 ഇടയിൽ എന്താണ് ജനിച്ചവരായിരിക്കണം.
അല്ലാതെ നിങ്ങൾ ഈ OBC വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അവിടെ 3 വർഷത്തെ റിലാക്സേഷനും അതേപോലെ തന്നെ SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ അവിടെ 5 വർഷത്തെ റിലാക്സേഷൻ എന്താണ് അവിടെ ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം വരാം. ഓക്കെ, ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യണമെന്നുള്ളത്. ഈ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഫിസിക്കലി ഫിറ്റ് നോ റെസ്പെക്ട്സ്, അതായത് എല്ലാ രീതിയിലും നമ്മൾ എന്താണ് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള മനുഷ്യനായിരിക്കണം. അതുകൂടാതെ തന്നെ ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറയുന്നത് 6/9 6/12 വിത്തൗട്ട് ഗ്ലാസസ്. അതേപോലെ തന്നെ നിയർ വിഷൻ എന്ന് പറയുന്നത് 0.6 നെല്ലിന് with or without glasses when reading or close to work is required and must pass a test for color vision, binocular vision and night vision and mesopic vision എന്നുള്ളതാണ്. അതായത് പ്രധാനമായിട്ട് ഇപ്പോൾ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നൈറ്റ് വിഷൻ ഒന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവരെന്താണ് മെഡിക്കലി അൺഫിറ്റ് ആയിട്ട് അവിടെ മാറുമെന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ ഇപ്പം ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ മെഡിക്കലിനകത്ത് വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം ഈ പറഞ്ഞ ട്രേഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യാസങ്ങൾ അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ് ഇനി അതിന്റെ ഈ പറയുന്ന രീതിയിൽ എലിജിബിലിറ്റി മറ്റു കാര്യങ്ങളാണ് അല്ലെ. എന്താണ് എലിജിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ് അറിയേണ്ടത്. കാരണം അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അല്ലെ. ഇനി എലിജിബിലിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് BSc വേണം. BSc എന്ന് ഉദ്ദേശിക്കുന്നത് BSc ബോട്ടണി ഒന്നും പോരാ, BSc ഫിസിക്സ്, അതായത് ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ BSc ഇലക്ട്രോണിക്സ് ആയിരിക്കണം, കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഇൻസ്ട്രുമെന്റേഷനിലോ ഈ പറയുന്ന BScയിൽ ഒരു ബിരുദം ഉണ്ടായിരുന്ന വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ആ ഡിഗ്രി നിങ്ങൾ നേടാനും പാടുള്ളൂ. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് BSc ഇൻ കോമ്പിനേഷൻ ഓഫ് എനി സ്ട്രീം, അതായത് ഈ പറഞ്ഞ രീതിയിൽ സബ് സ്ട്രീമുകളായിട്ടുള്ള BSc ഫിസിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടർ സയൻസോ ആയിരിക്കണമെന്നില്ല. അതല്ലാതെ തന്നെ നിങ്ങൾ BSc ഇപ്പൊ മാത്തമാറ്റിക്സ് പഠിച്ച ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ BScയിൽ ഫിസിക്സോ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമേഷൻ ടെക്നോളജി എന്തെങ്കിലും സബ്സ്ട്രീം ആയിട്ട് പഠിച്ച ആളുകൾക്കും ഓക്കെ, അതായത് ഇപ്പൊ BSc മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ച ഒരാളെ സംബന്ധിച്ച് ആൾ സബ്സ്ട്രീം ആയിട്ട് എന്ത് പഠിച്ചു കാണും, ഫിസിക്സ് പഠിച്ചു കാണും. BSc കെമിസ്ട്രി പഠിച്ച ഒരാളെ സംബന്ധിച്ച് ആൾ സബ്സ്ട്രീം ആയിട്ട് എന്ത് പഠിച്ചു കാണും, ഫിസിക്സ് പഠിച്ചു കാണും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ BScയുടെ കോമ്പിനേഷൻ ആയിട്ട് സബ്സ്ട്രീം ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഫിസിക്സോ കെമിസ്ട്രി സബ്സ്ട്രീം ആയിട്ട് ഈ പറയുന്ന ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഈ പറയുന്ന 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എന്നിവ എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്ക് നിങ്ങൾ വരികയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രാക്ക് മെഷീനിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത മാറുന്നുണ്ട്. അവിടെ ഇപ്പോൾ മട്രിക്കുലേഷൻ 10ാം ക്ലാസ്സിനോടൊപ്പം തന്നെ എന്താണ് ITI അല്ലെ, ITI കൂടെ വേണം. ITI പറയാൻ കൊടുത്തിട്ടുണ്ട് NCVT SCVT ഇൻ ദ ട്രേഡ് ഓഫ് ഫിൽട്ടർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് എന്ന് പറഞ്ഞ് ഒരുപാട് ഈ പറഞ്ഞ വിദ്യാഭ്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പോസ്റ്റുകൾക്ക് അനുസരിച്ച് എന്ത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, കാരണം ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ബ്ലാക്ക് സ്മിത്തിന് വേറെയാണ് വേണ്ടത്. ബ്ലാക്ക് സ്മിത്ത് ആയാൽ പോലും ഈ പറഞ്ഞ രീതിയിൽ ട്രാക്ക് മെഷീൻ ആയി പോലും നിങ്ങൾക്ക് പ്രധാനമായിട്ട് വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സാവണം, ഒരു ITI ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ITI അത് പറഞ്ഞ NCVT SCVT സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി നമുക്ക് അറിയേണ്ടതായിട്ട് ഈ പറഞ്ഞ പരീക്ഷാ ഫീസാണ്. ഓക്കെ, പരീക്ഷാ ഫീസിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ 500 രൂപയാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ ഫീസായിട്ട് അവിടെ എടുക്കുന്നത്. ഇനി അതല്ല നിങ്ങൾ ഈ പറഞ്ഞ SC ST എക്സ് സർവീസ്മാൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഓക്കെ, അവർക്ക് എന്താണ് 250 രൂപയാണ് എന്ത് ചെയ്യുന്നത് അവിടെ എന്താണ് ഫീസായിട്ട് അവിടെ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ NTPC പരീക്ഷ വെച്ച് നോക്കുകയാണെങ്കിൽ CBT 1 CBT 2 ടൈപ്പിംഗ് ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റുക. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ CBT ഉള്ളൂ. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം എന്താണ് ആളെ അവർ എടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും താമസം ഒന്നും ചെയ്യത്തില്ല അവിടെ വരുത്തില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് കടക്കാം. അതാണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത്? ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ജനറൽ അവയർനെസ് 10 മാർക്കിനുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ
ജനറൽ റീസണിങ് നോക്കുകയാണെങ്കിൽ 15 മാർക്കിനുണ്ട്. അതേപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 20 മാർക്കിനുണ്ട്. മാത്തമാറ്റിക്സ് 20 മാർക്കിനുണ്ട്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒരുപാട് മാർക്കുകൾ അവിടെ നിന്നാണ് ചോദിക്കാറുള്ളത്. 35 മാർക്കിനാണ്. അതായത് 100 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ വരുന്നത്. 100 മാർക്കിനാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ സിലബസ് അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഒരു PDF നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ സ്വന്തം ചാനലിലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നവരാണെങ്കിൽ ഇവിടെ തൊട്ട് താഴെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്താണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ സിലബസ് വ്യക്തമായിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നിരുന്നാലും പറയാം 100 മാർക്കിന് പരീക്ഷയാണ്. അതിനകത്ത് ഇത്രയും സിലബസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. സാധാരണ നമ്മുടെ NDPCയുടെ ഒപ്പം തന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കൂടെ എന്ത് ചെയ്യും കയറി വരും എന്നുള്ളതാണ്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 2ലേക്ക് അടക്കുകയാണെങ്കിൽ അവിടെ 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അവിടെ ഈ പറയുന്നത് 1/3 മാർക്ക് എന്താണ് നെഗറ്റീവ് മാർക്കായിട്ട് അവിടെ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ ഒരു എന്താണ് അതിന്റെ സിലബസിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇതേപോലെ തന്നെ മാത്തമാറ്റിക്സ് 25 മാർക്കിനുണ്ട്. ജനറൽ ഇന്റലിജൻസ് റീസണിങ് 25 മാർക്കിനുണ്ട്. ജനറൽ സയൻസ് 40 മാർക്കിനുള്ളത് അല്ലേ. 40 മാർക്കിനാണ് ജനറൽ സയൻസ് ഉള്ളത്. ജനറൽ അവയർനെസ് 10 മാർക്കിനാണ്. മൊത്തത്തിൽ 100 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ അവിടെയും വരുന്നത്. 100 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ അവിടെയും എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണെങ്കിൽ ഡിഗ്രി ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ അവിടെ 35 മാർക്കിന് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ത് ചെയ്യണം അവിടെ പഠിക്കണം. എന്നാൽ നിങ്ങൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അവിടെ 40 മാർക്കിന് ജനറൽ സയൻസ് മാത്രമുണ്ട്. അത്യാവശ്യം ഈ പറയുന്ന രീതിയിൽ NCERT പുസ്തകം ബേസ് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ NCERT പുസ്തകം പ്രധാനമായിട്ട് 10ാം ക്ലാസ് വരെയാണ് പറയുന്നത്. എന്നിരുന്നാലും +2 വരെ പുസ്തകം എടുത്ത് വെച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഓക്കെ, ഇത്രയാണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് വേക്കൻസി നമ്മൾ പറഞ്ഞു, അതിന്റെ ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതേപോലെ തന്നെ അതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ പറഞ്ഞു. ആദ്യം തന്നെ എന്താണ് വരുന്നത് ആദ്യം ഈ പറയുന്ന രീതിയിൽ CBT ആണ് വരുന്നത്. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ മെഡിക്കൽ എക്സാമിനേഷൻ, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം കൂടെ അടങ്ങിയ ഒരു ചെറിയൊരു പ്രോസസ്സ് മാത്രമാണ് ഉള്ളത്. അല്ലാതെ ഈ പറയുന്ന NDPC പോലെ തന്നെ ആദ്യം CBT 1, CBT 2, CB80 എല്ലാം നടത്തിയ ശേഷം പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ എല്ലാം നടത്തിയ ശേഷം അല്ല അവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റുമോ CBT 1 ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും അത്യാവശ്യം കടമ്പ അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും കടന്ന് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഓരോ എന്താണ് ട്രേഡിനനുസരിച്ച് വരുന്ന മെഡിക്കലിന് വരുന്ന ഇച്ചിരി വ്യത്യാസങ്ങളാണ്. അപ്പോൾ അതെല്ലാം തന്നെ അതെങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളതെല്ലാം തന്നെ താഴത്തെ നമ്മൾ ആ PDF-നകത്ത് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും. ടെലിഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഉള്ളവരാണ്, ഉദ്ദേശിക്കുന്നത് BSc ഇൻ ഫിസിക്സോ കമ്പ്യൂട്ടർ സയൻസോ IT ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും അതിലേക്ക് അപേക്ഷിക്കുക. അല്ല എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അപേക്ഷിക്കുക. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന 10ാം ക്ലാസ്സോ IT ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്ക് എന്ത് ചെയ്യുക അപേക്ഷിച്ച് പഠനം പെട്ടെന്ന് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം ഇതൊന്നും കളയരുത്. കാരണം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന പ്രധാനപ്പെട്ട തൊഴിൽദാതാവാണ് റെയിൽവേ എന്ന് പറയുന്നത്. ഇപ്പോൾ റെയിൽവേ വളരെ റീസെന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ പരീക്ഷകളെല്ലാം നടത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആളെ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ഒരു വേക്കൻസി അല്ലെങ്കിൽ പറയുന്ന ഈ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്ത് കൊണ്ട് കളയരുത്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ എന്ത് ചെയ്യുക പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ഈ ഒരു ജോലി എന്ത് ചെയ്യുക കരസ്ഥമാക്കാൻ വേണ്ടി പരമാവധി എന്ത് ചെയ്യുക ശ്രമിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് കരുതുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ റിക്വസ്റ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക തൊട്ട് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒക്കെ എന്ത് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ.